ഹായ്, കുറച്ച് മുമ്പ് ഞാനിട്ട ഒരു വീഡിയോയിൽ ചെറിയൊരു കൃത്യത, ഒരു വിവരണ കുറവുണ്ടെന്ന് തോന്നി. കമൻസ് കണ്ടപ്പോൾ പറയണമെന്ന് തോന്നിയതാണ്. ആക്ച്വലി നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് അവർ പറയുന്ന അതേ സാധനം തൊടാതെ വിഴുങ്ങല്ലേ. കബീഷ് ആരാണെന്ന് നിങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. കബീഷ് ഒരു സുഹൃത്തോ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല കബീഷ്. ഒരു എക്സ്ട്രീം ലെവൽ പാരയാണ് അവൻ. അവനെ പറ്റി നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് അവൻ പറയുന്നത്. അപ്പാടെ നിങ്ങൾ വിഴുങ്ങാൻ നിൽക്കണ്ട. ഇപ്പം എന്തുകൊണ്ടാണ് അവൻ ഇവർക്കെതിരെ നിൽക്കുന്നത്? ഇവർക്കെതിരെ നിന്നാൽ തന്നെ ഈ വോയിസ് പുറത്തുവിടാൻ ഒരു കാരണം വേണ്ടേ? ആ കാരണത്തിന് അവൻ സായിയുടെ കാലി പിടിച്ച്, സായിയുടെ പെണ്ണുമ്പിളയുടെ കാലി പിടിച്ച് അവളെ കൊണ്ട് ചലഞ്ച് ചെയ്യിച്ചാണ്. അവളിതൊക്കെ മൈൻഡ് പോലും ചെയ്യേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഒരു വോയിസ് ഉണ്ടെങ്കിൽ പുറത്തു വിടൂ എന്ന് ചലഞ്ച് ചെയ്യുന്നു. ചലഞ്ച് കേട്ട ഉടനെ ഇക്കാമണി ഉടനെ എടുത്തങ്ങോട്ട് ഇടുന്നു. ഇതൊക്കെ മനുഷ്യർക്ക് മനസ്സിലാവത്തില്ല. അപ്പൊ ഞാൻ ആപ്റ്റായിട്ടൊരു കമന്റ് വന്നു. ആ കമന്റ് ഞാനൊന്ന് വായിക്കാം. കബീഷിന്റെ ഇപ്പോൾ ഓഡിയോ ക്ലിപ്പ് ലീക്ക് ആക്കാനുള്ള ചേതോവികാരം മുല്ലപ്പൂവിനെ വെളുപ്പിക്കുന്ന പുതിയ പ്ലാനിൽ ദിയ ചേച്ചി ടീംസ് മോർ ഇമ്പോർട്ടൻസ് ജാഫർ കാക്ക കൊടുക്കുകയും കബീഷിനെ നൈസായി അവോയ്ഡ് ചെയ്യുകയുമാണ് ഉള്ളത്. അഫ്സലിനോടുള്ള അഗാധമായ ഫ്രണ്ട്ഷിപ്പ് ഒന്നുമല്ല. അഫ്സലിനോടുള്ള ഫ്രണ്ട്ഷിപ്പോ അഫ്സലിനോട് ഇഷ്ടമോ ഒന്നുമല്ല. അഫ്സലിനെയൊക്കെ അവർ റീസെന്റ് പരിചയപ്പെട്ടതാണ്. ആക്ച്വലി ഇവരൊക്കെ തമ്മി പരിചയപ്പെട്ടതും കളി നടത്തിയതും ഒക്കെ ഇവന്മാരൊരു വൃത്തികെട്ട ഗ്യാങ് ഉണ്ട്. എൻ്റെ ചാനൽ അടിച്ചു കളയാൻ വേണ്ടിയിട്ട് ഇവന്മാരൊക്കെ ഇറങ്ങിയ ഒരു വൃത്തികെട്ട ഗ്യാങ് ഉണ്ട്. വെളുപ്പിക്കാൻ നിൽക്കേണ്ട കുറേ നാറികളുണ്ട് അതിനകത്ത്. ഇവന്മാരെല്ലാം യൂട്യൂബേഴ്സാണ്. ഇവന്മാരെ തലതൊട്ടപ്പനായിട്ടിരുന്നത് സായിയാണ്. ഇതിൻ്റെ എല്ലാം ചുക്കാൻ ആ നാറിയാണ് പിടിച്ചിട്ടുള്ളത്. ഈ പറയുന്നതൊക്കെ കളവാണ്. അത് ഞാൻ വ്യക്തമായ വീഡിയോ കേട്ടിട്ടാണ് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കൃത്യമായി കിട്ടിയിട്ടില്ല എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ഇത് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഈ വോയിസ് ക്ലിപ്പ് പുറത്തുവിടേണ്ട ആവശ്യം എന്താണ്? ജാഫർ മിണ്ടുന്നുണ്ടോ? ജാഫറിൻ്റെ അടുത്ത് വേറെ എന്തെങ്കിലും ചോദിച്ചത് ജാഫർ വേറെ എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ? അല്ലെ ജാഫർ ചലഞ്ച് ചെയ്തോ? ഇല്ലല്ലോ. സായിയുടെ വൈഫ് ചലഞ്ച് ചെയ്യുമ്പോൾ ഇവ എടുത്തിടുന്നത് എന്തിനാ? സായിയുടെ വൈഫിന് പെട്ടെന്നതിനകത്ത് എന്താ അധികാരം? ഇത് സായിയുടെ വൈഫിനെ കൊണ്ട് പറയിച്ചതാണ്. എങ്ങനെയും ഈ വോയിസ് ക്ലിപ്പ് പുറത്താകണം. അപ്പോഴേ ഇവന്റെ ചാനലിന് വ്യൂ കിട്ടുള്ളൂ. മനസ്സിലായോ? അതാണിപ്പം നടന്നിരിക്കുന്ന കളി. ഇതിനകത്ത് ദിയാസന വന്നപ്പോൾ ഇവന് കിട്ടേണ്ട ഇമ്പോർട്ടൻസ് അവിടെ പോയി. ഇവനൊരു പെയ്ഡ് സാധനമാണ്. പൈസ കൊടുത്താണ് ഇവൻ ചാനൽ പൂട്ടിക്കുന്ന, ആളുകളെ ചാനൽ കൈകാര്യം ചെയ്യുന്ന. അങ്ങനെ ഇവന് ഒരു മന്ത്ലി റവന്യൂ ആണ് അവൻ്റെ ഉദ്ദേശം. അതിൽ നിന്ന് വിട്ട് അവൻ അതിൽ നിന്ന് മാറേണ്ട ഒരു ഗതികേട് വന്നതിൻ്റെ കാരണം ദിയാസനയൊക്കെ ഇടപെട്ടിട്ട് ഇവൻ ശരിയാവത്തില്ല, ഇവൻ നീങ്ങി നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ അടുത്ത ആളെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. അതാണ് നടക്കുന്നത്. PR ടീമുകൾക്ക് ഇമ്പോർട്ടൻസ് ജാഫർ കൊടുക്കുന്നു. പ്രത്യേകിച്ച് ദിയാസനയ്ക്ക് ജാഫർ കൊടുക്കുന്നു. ദിയാസന പറയുന്ന കണക്കേ കേൾക്കുന്നുള്ളൂ. കാരണം ദിയാസനയാണ് അതിനകത്ത് കയറ്റി വിട്ടത്. അപ്പോൾ അവർ പറയുന്ന കണക്കുള്ളതല്ലേ ജാഫറിന് കേൾക്കാൻ പറ്റുള്ളൂ. ആ ഒരു ടൈം നിൽക്കുമ്പോൾ ജാഫറിനെ ഒന്ന് ഇകഴ്ത്തി കുറച്ച് ബൂസ്റ്റപ്പ് ചെയ്താൽ തൻ്റെ ചാനലൊന്ന് കയറി വരും. കാരണം ജാഫറിനെതിരെയും പിന്നെ ജാസ്മിനെതിരെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇഷ്ടം പോലെ വ്യൂ കിട്ടുന്നത് കണ്ടുകൊണ്ട് അവൻ ഉണ്ടാക്കിയൊരു കുൽസിത കുഷ്മാണ്ഡമാണിത്. അവൻ്റെ തന്നെ അവൻ്റെ ചാനലിൻ്റെ ഇൻട്രോ പറയുന്നിട്ട് അമരാവതമെന്ന്. അവൻ്റെ അമരാവതിക്കാൻ വരുന്നതാണ്. അല്ലാതെ കാര്യപ്രസക്തമായ ഒരു കാര്യവുമില്ല. അവൻ നല്ലൊരു സുഹൃത്തോ ഒന്നുമല്ല. അഫ്സലിനെ 8 നിലയെ പറ്റിക്കുമെന്നാണ് ഈ കമൻറ്റ് പറയുന്നത്. അത് കൃത്യമാണ്. ആ കമൻറ്റ് കൃത്യമാണ്. ശ്രീകുട്ടി സത്യൻ എഴുതിയ കമൻ്റാണ്. ദിയ ചേച്ചി ടീംസ് മോർ ഇമ്പോർട്ടൻസ് ജാഫർ കാക്കക്ക് കൊടുക്കുകയും കബീഷിനെ നൈസായി അവോയ്ഡ് ചെയ്യുകയുമാണ്. അല്ലാതെ അഫ്സലിനോടുള്ള അഗാധമായ ഫ്രണ്ട്ഷിപ്പ് ഒന്നുമല്ല. മുല്ലപ്പൂ ആയാലും അഫ്സലായാലും മാസങ്ങൾ മാത്രമുള്ള കബീഷിന്റെ സോകോൾഡ് ഫ്രണ്ട്സ് മാത്രമാണ്. നത്തിങ് എൽസ്. മുല്ലപ്പൂ ബിഗ് ബോസിൽ പോകുന്ന ടൈമിൽ അവളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഇവന്റെ കയ്യിൽ കൊടുത്തപ്പോഴേ കരുതി ഇവൾക്കുള്ള ഏറ്റവും വലിയ നാശം ഇവൻ വഴി തന്നെയാണ്. ഇവൻ വഴി തന്നെ കിട്ടുമെന്ന്. ബെസ്റ്റ് എക്സാമ്പിൾ ജാഫർ കാക്ക ഇന്റർവ്യൂ എടുത്തത് അവൾക്ക് കൂടുതൽ പ്രശ്നമാവുകയാണ് ചെയ്തത്. ആ ഇന്റർവ്യൂ അവൻ എടുത്തതിൻ്റെ ഉദ്ദേശം അവൻ്റെ ചാനൽ ബൂസ്റ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിനവരെ കൺവിൻസ് ചെയ്ത് അവനാണ്. ആക്ച്വലി ആ ഇന്റർവ്യൂ വന്നില്ലെങ്കിൽ സായി അവിടെ കിടന്ന് പട്ടി മോങ്ങുന്ന കണക്ക് മോങ്ങു വന്നതിനപ്പുറം വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. സായിയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ജാഫറിനെ ഇകഴ്ത്താൻ വേണ്ടിയിട്ടുമാണ് ഈ ഇന്റർവ്യൂ ഈ നാറി എടുത്തിട്ടുണ്ടായിരുന്നത്. അത് മനസ്സിലാക്കുക. അവർക്ക് കൂടുതൽ നെഗറ്റീവ് മാത്രമേ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളൂ. കള്ളത്തരത്തിന് ചുക്കാൻ പിടിച്ച കബീഷിന്റെ മനസാന്തരം എന്തിനാണെന്ന് ബോധമുള്ളവർക്ക് മനസ്സിലാകും. മാർക്ക് മൈ വേർഡ്സ്. വൈകാതെ അഫ്സലിനും ഇവന്റെ കയ്യിൽ നിന്ന് ഉഗ്രൻ പണി കിട്ടും. അവന്റെ വോയിസ് ക്ലിപ്പുകളും കബീഷ് സേവ് ചെയ്ത് കാണും. അത് ലീക്ക് ചെയ്യുമ്പോഴാവും ഇവൻ പറയുന്ന എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി എടുത്തു വെച്ചെന്ന് ഇവൻ ഫ്രണ്ട്സ് ആകുന്നവർ സൂക്ഷിക്കുക. നത്തിങ് എൽസ്.
സായിയുടെ 45 മിനിറ്റ്സ് ഓഡിയോ ക്ലിപ്പ് കുറച്ച് മാത്രം റിവീലാക്കിയവൻ സായി പുറത്തിറങ്ങുമ്പോൾ വെളുപ്പിക്കുകയും ചെയ്യുന്നത് ലേറ്റർ സായി ഇവന്റെ അടിമയാകുന്ന കാഴ്ചയും കാണാം. സായിയെ അതിനകത്തേക്ക് വിട്ടതിന്റെ ഉദ്ദേശ ലക്ഷ്യവും സായിക്ക് വൈൽഡ് കാർഡ് എൻട്രി കിട്ടിയതിന്റെ ലക്ഷ്യവും വേറൊന്നുമല്ല. കേസുള്ള സായി അതിനകത്ത് എടുക്കാതിരിക്കാൻ അവർ ശ്രദ്ധിച്ചിരുന്നു. കേസുണ്ട് സായിക്ക്. പുറത്തു വരുമ്പം മുതുകാട് കൊടുത്ത കേസുണ്ട്, ജിനു ഗോപി കൊടുത്ത കേസുണ്ട്. അവനൊരു ക്രിമിനലാണ്. ഇല്ലാ കഥയും ഒരു വ്യക്തിക്കെതിരെ, ഒരു ഇൻഫ്ലുവൻസർക്കെതിരെ ക്രിമിനൽ കുറ്റമുണ്ടെന്നും അയാൾ മോശപ്പെട്ട വ്യക്തിയാണെന്നും പബ്ലിക്കായിട്ട് പറഞ്ഞ അവന്റെ യൂട്യൂബ് ചാനൽ പൂട്ടിക്കാനുള്ള വകുപ്പിന് ഇട്ട് കേസെടുത്തിട്ടുണ്ട് ജിനു ഗോപി. ഇങ്ങനെ കേസിൽ പ്രതിയായ ഒരു വ്യക്തിയാണ് അവനെ അതിനകത്ത് എടുക്കരുതെന്നുള്ളത് അവർക്ക് ബോധമുള്ളവർ അത് ചെയ്യും. പക്ഷെ രണ്ടാമത് അവരെ വൈൽഡ് കാർഡിൽ എടുത്തത് ആ കേസിന്റെ നടപടിക്രമങ്ങൾ ലാഗ് ആകുന്നത് കൊണ്ടും സമയം കിട്ടുമെന്നുള്ളത് കൊണ്ടാണ്. ആ സമയത്തിനുള്ളിൽ പുറത്തേക്ക് വരാമല്ലോ. ഇവിടുത്തെ നിയമവശങ്ങൾ അങ്ങനെയാണല്ലോ. നമ്മൾ പെട്ടെന്നുകൊണ്ട് കൊടുത്താൽ എടുക്കൂല. ഒരുപാട് അതിന്റെ പുറകെ നടക്കണം. അപ്പൊ അത് സമയമുള്ളത് ആ സമയം കൊണ്ട് അതിനകത്ത് കയറിയിട്ട് ഇറങ്ങാന്നുള്ള വ്യാജന ഓടി അങ്ങോട്ട് പോയതാ. ആക്ച്വലി സായിക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ കബീഷ് ഈ വായ്ത്താളം അത്രയും അടിക്കുന്നത്. സായി പുറത്തേക്ക് വരുമ്പോൾ അതിനകത്ത് പോയത് എന്തിനാണെന്നുള്ള ചോദ്യം വരുമ്പോൾ എന്നെ ഇതിനാണ് പറഞ്ഞു വിട്ടത്, ഞാൻ വളരെ നിഷ്കുവാണ് എന്ന് കാണിക്കാനാണ്. ഒരു വ്യക്തിത്വമില്ലാത്ത ഒരു വ്യക്തിയാണ് സായി. ഈ കൂട്ടങ്ങൾ പറയുന്ന വിശ്വസിക്കാനേ പോകണ്ട. അയാൾ പറഞ്ഞതിനകത്ത് തെറ്റൊന്നുമില്ല. അയാളുടെ മകളെ സേവ് ചെയ്യാൻ അയാൾ അതിനകത്ത് പോയി അഭിനയിച്ചെങ്കിലും, അപ്പൊ അതിനകത്ത് പോയി പറഞ്ഞു മോളെ നീ കൊപ്പും കൊണ്ടുവരണം എന്ന് പറഞ്ഞെങ്കിലും അയാളുടെ നെഞ്ച് പടയുകയായിരുന്നു. അയാൾ സൊല്യൂഷനാണ് നോക്കുന്നത്, മോൾക്കുണ്ടായ മാണക്കേട് മാറാനും അഫ്സലിനെ കൺവിൻസ് ചെയ്യിക്കാനും അപ്പൻ എന്ന രീതിയിൽ അയാൾ ശ്രമിക്കുകയാണ്. പുറത്തേക്ക് വരുന്ന മകളെ പറഞ്ഞ് മനസ്സിലാക്കി അഫ്സൽ നല്ലൊരു ബന്ധമാണ്, ആ ബന്ധം നശിപ്പിക്കാതിരിക്കാൻ അയാൾ ശ്രമിക്കുന്നുണ്ട്. അയാൾക്ക് അയാളുടെ മകളുടെ ഭാവി തന്നെയാണ്. ഈ കൂടെ നിന്ന് കുതികാലി വെട്ടുന്ന ഇവനൊക്കെ അവളെ ഒട്ടിയല്ലേ ഇത്രയും കാലം നിന്നത്. അവളുടെ കൂടെ നടന്ന് ഫോട്ടോ എടുത്ത് അവളുടെ കൂടെ നടന്ന് അവളുടെ ചാനൽ നോക്കുന്ന വ്യാജേന പണം തട്ടി അങ്ങനെ ജീവിച്ച ഈ ഇത്തിൽ കണ്ണിക്ക് ഒരല്പമെങ്കിലും നന്ദി ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുമോ? ഇപ്പൊ നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മളെയൊക്കെ ഉപദ്രവിച്ചു എന്ന് പറയാം. ഇവനെയൊക്കെ ആ കൊച്ചു എന്ത് ചെയ്തിട്ടാണ്, ഈ ജാസ്മിൻ എന്ന് പറയുന്ന കുട്ടി ഇവനെ എന്ത് ചെയ്തിട്ടാണ് ഇവ ഇപ്പൊ ആ പെണ്ണിന്റെ എതിരെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നത്? പ്രണയം അത് ആർക്കും ഉണ്ടാവാലോ. മുൻപൊരു പ്രണയം ഉണ്ടായി എന്നുള്ളതാണ് അവിടെ പ്രശ്നം. പിന്നെ അവളുടെ ആറ്റിറ്റ്യൂഡ്, ആ വേ ഓഫ് ടോക്ക്, ഇതൊക്കെയാണ് എഗൻസ്റ്റ്. ഈ നിരന്തരമായി ഈ രീതിയിൽ ചെയ്യുന്ന കുട്ടിയെ തിരുത്തുക എന്നുള്ളത് ഒരു നിർബന്ധമായ കാര്യമാണ്. അത് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട രീതി പറഞ്ഞു കൊടുത്താൽ കുട്ടി കേൾക്കണം. തിരുത്താൻ അവൾ തയ്യാറാണെന്ന് പറയുകയല്ലേ. അങ്ങനെയുള്ള ഒരു കൂട്ടുകാരിയെ ഇങ്ങനെ പൊതുസമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഇവൻ നല്ലൊരു വ്യക്തിത്വമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇവൻ മോശപ്പെട്ടൊരുത്തനാണ്. അവൻ പറയണമൊന്നും വിശ്വസിക്കാൻ നിൽക്കണ്ട. അതൊരു കോൺഫറൻസ് ടോക്കൊന്നും അല്ല, സായി കൊടുത്ത സാധനം തന്നെയാണ്. ഇനി കോൺഫറൻസ് ആണെന്ന് തന്നെ വെക്കുക. ഒരു കാരണവശാൽ അത് പബ്ലിക്കിൽ ഇടുകയാണെങ്കിൽ സായി വന്നാൽ പ്രതികരിക്കൂലേ? സായി അല്ലേ കിക്കിന്റെ ഉടമ. അവൻ വന്നാൽ ഇവനെ വെറുതെ വിടുമോ? വെറുതെ ഇരിക്കുമോ? അപ്പൊ ആ ബോധമുള്ളവ ചെയ്യൂല. അവൻ ചെയ്തെങ്കിൽ അത് സായിയുടെ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതിനകത്തിരിക്കുന്ന സായി എങ്ങനെ ഇൻസ്ട്രക്ട് ചെയ്യുമെന്നായിരിക്കും. നിങ്ങൾ വെറുതെ ചിന്തിക്കല്ലേ, പലതും നടക്കുന്ന കാലമാണ്. പ്രത്യേകിച്ച് ബിഗ് ബോസ് സീസൺ 6 സമഭാവി യുഗമെങ്കിൽ സർവത്രയമായി അല്ല സംഭവിക്കുന്ന ഒരു സീനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ കൂടുതൽ ഇതിനകത്ത് വിശാലമായ കാഴ്ചപ്പാടും വിശാലമായ ഇതൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. അവൻ പറയുന്ന തൊള്ള തൊടാതെ വിഴുങ്ങാൻ ഞാൻ മന്ദബുദ്ധിയല്ല. അതുകൊണ്ടാണ് ഞാനത് വിശ്വസിക്കാത്തതും. അവൻ എടുത്തിട്ട വോയിസിൽ കൃത്യമായി ആ തന്ത ആവശ്യപ്പെടുന്നുണ്ട്, അപ്പൻ ആവശ്യപ്പെട്ടതുപോലെ അയാൾ അതിനകത്ത് പോയി ചെയ്യുന്നുണ്ട്. ആ ഷോയുടെ നിയമങ്ങൾക്കൊക്കെ എഗൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സായി ചെയ്തത്, ജാസ്മിൻ ചെയ്തത്, ജാസ്മിന്റെ ഫാദർ ചെയ്തത്, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഷോയ്ക്ക് എഗൻസ്റ്റായി പ്രവർത്തിച്ചവരെ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്യാനുള്ള അധികാരം ഷോയുടെ ക്രൂസിനുണ്ട്. എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല? അതിന്റെ അർത്ഥം അവർക്ക് ചെയ്യാനാവില്ല. ഇനി ഇതിനേക്കാൾ വലുത് നിങ്ങൾക്ക് പുറത്ത് ജാസ്മിൻ വരുമ്പോൾ കേൾക്കാം. അവൾക്ക് ബോധമുണ്ടെങ്കിലും മിണ്ടാതിരിക്കും. അവൾ ബോധമില്ലാത്തവളാണെങ്കിൽ അവൾ ഈ ക്രൂസിനെ എടുത്തു വെച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാം. കാരണം ഷീ ഈസ് ട്രാപ്പിഡ്. വളരെ നല്ല വൃത്തിയായി ട്രാപ്പിലാക്കപ്പെട്ട ഒരു പെങ്കൊച്ചാണത്. ആ കുട്ടിക്ക് അത് മനസ്സിലാകുന്നിടത്ത് ഇവന്മാരുടെ എല്ലാ ഫേസ് അവൾ വലിച്ചു കീറും. ഇനി അത് മനസ്സിലായിട്ട് പുറത്തു പറയാൻ പറ്റാത്തതാണെങ്കിൽ അവളുടെ കുറെ സാധനങ്ങൾ ഇവരുടെ കയ്യിലുണ്ട്. അതൊരു വല്ലാത്ത ലൂപ്പാണ്. അത് കണ്ടുകൊണ്ട് തന്നെയാണ് അതിനെപ്പറ്റി പറഞ്ഞത്. ദയവ് ചെയ്ത് മനസ്സിലാക്കുക, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അവൻ പറഞ്ഞത് അങ്ങോട്ട് വിഴുങ്ങാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും സായിയുടെ വൈഫും വിവിയും തമ്മിലുള്ള പ്ലാനിങ് ആണ്. ആ പ്ലാനിങ് ആണ് ഇപ്പൊ ഇത്. അല്ലാതെ ഇതിപ്പോ പബ്ലിക് ചെയ്യേണ്ട ഒരു അവസ്ഥയും ഇപ്പോഴില്ല. ഇപ്പോഴത്തെ കണ്ടീഷന് ഇങ്ങനെ ഒരു അവസ്ഥയില്ല. ഇതുണ്ടാക്കിയെടുത്ത് ഇനിയും കൂടുതൽ സാധനങ്ങൾ അത് മൊത്തമായിട്ട് ഇട്ടാൽ പോലും കുറേശ്ശെ ഇടുന്നത്
കുറേശ്ശെ ആകുമ്പോൾ ആളുകൾ വെയിറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഇനി അടുത്ത് എന്ത് ഇടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രിപ്ഷനും വരും. അപ്പോൾ ആ സബ്സ്ക്രിപ്ഷനിൽ കൂടെ അവൻ്റെ ചാനൽ വളർത്തിയെടുക്കുക. ആഫ്റ്റർ എല്ലാം കഴിയുമ്പോൾ ഇവരെല്ലാവരുടെ ഒരു കിടായ ഇറക്കുമ്പം ചരുവത്തിൻ്റെ ചുറ്റും എല്ലാവരും ഉണ്ടാവും എന്ന് പറയുന്നതാണ്. ഇവന്മാരെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുന്നത് നമുക്ക് കാണുകയും ചെയ്യാം. വെറുതെ വിഡ്ഢികളാകാൻ വേണ്ടി വായും തുറന്ന് അങ്ങോട്ട് പോയി ഇരിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അവന്മാർ കള്ളന്മാരാണ്. ആ പെങ്കുച്ച് അതിനകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ, അതിനെപ്പറ്റി വിമർശനങ്ങൾ, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക. ഇത് ഇങ്ങനത്തെ ഗോസിപ്പുകൾക്കൊന്നും മോൻ കൊടുക്കാൻ പോകണ്ട. അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തം. നല്ല ജെനുവൻ റിലേഷൻഷിപ്പാണ്, ഫ്രണ്ട്ഷിപ്പാണ്. അതിനകത്ത് ഒരു തകരാറ് ഇതുവരെയല്ല. സായിയോ ജാസ്മിനോ അതിനകത്ത് അടി കൂടിയിട്ടില്ല. ജാസ്മിൻ സജസ്റ്റ് ചെയ്തിട്ട് നോമിനേറ്റ് ചെയ്തത് സായിക്ക് അറിയുക പോലുമില്ല. തിരിച്ച് സായിയും ചെയ്യാറുണ്ട് അവളെ. അപ്പോൾ അവർ തമ്മിൽ അതുവരെ അവിടെ ഒരു വഴക്കോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ജാസ്മിൻ്റെ ഫാദറോ സായിയുടെ വൈഫോ അവരുമായിട്ട് വഴക്കില്ല. പിന്നെ എന്തടിസ്ഥാനത്തിൽ സായിയുടെ ബോയ്സ് ഇതിനകത്ത് അടിപിടുന്നു? ഇത് അറ്റൻഷൻ സീക്കിംഗ് ആണ്. അവന് അത്യാവശ്യ കാര്യലാഭത്തിന് വേണ്ടി അവൻ കളിക്കുന്ന ഗെയിമാണ്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പൊതുജനത്തിനുണ്ടാവണം. അറ്റ്ലീസ്റ്റ് നിങ്ങളെങ്കിലും മനസ്സിലാക്കുക. ഇതിനകത്ത് PR മൗനമായിരിക്കുകയോ PR മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അയാൾ ജെന്യുവിനായിട്ടൊരു കാര്യമാണ് അവൻ. അയാൾക്ക് ആ ചെറുക്കൻ്റെ കൂടെ തൻ്റെ മകളെ പറഞ്ഞിവിടെ ഇഷ്ടമില്ല. മതപരമായിട്ടും അല്ലാതെയും അയാൾക്ക് ഇഷ്ടമില്ല. അയാൾ മതവിശ്വാസി ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം അയാൾ വേണ്ടാന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു പയ്യനെ എൻഗേജ് ചെയ്തതിന് വാക്ക് കൊടുത്തത് അയാളായിരിക്കാം. എന്തെല്ലാം കാരണങ്ങളുണ്ടാകും. ആ കാര്യത്തിൽ അയാൾ നല്ല ഫാദറല്ലേ. പിന്നീട് അയാൾ അതിനകത്ത് പോയി ബൊമ്മ കൊണ്ട് കൊടുത്ത് ഡ്രാമ കാണിച്ചിട്ട് വരുമ്പോഴാണ് ഈ പറഞ്ഞതും ആ പറഞ്ഞതിനും ഇതില്ലാതെ വരുന്നത്. അതും അയാളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ചാൻസ് ഇല്ലേ? അയാളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നതിൽ അയാൾ വിശ്വസിക്കും. മകൾക്ക് അങ്ങനെ ഒരു പേരില്ല, അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാമെന്ന് ദിയയും കൂട്ടരും ഉറപ്പ് കൊടുക്കുകയാണെങ്കിലും ആരാണ് ചതിക്കുന്നതെന്ന് വ്യക്തമായി ബോധ്യമില്ലാതെ നിൽക്കുന്ന ഒരു മനുഷ്യനാണത്. ഒരുപക്ഷെ അങ്ങനെ ആയിക്കൂടെ? നമ്മൾ രണ്ട് വശവും ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഇപ്പോൾ സായി അതിനകത്ത് പോയതിന് ഒരു കാര്യവുമില്ല. സായി അതിനകത്ത് പ്ലേ ചെയ്യുന്നില്ല. സായി വെറുതെ ഇരിക്കുകയാണ്. സായിയുടെ ഫാദറിനെ കൊണ്ടുവരാൻ നോക്കുന്നു, വെളുപ്പിക്കാൻ നോക്കുന്നു, വേറെ കുടുംബ ബന്ധങ്ങളാക്കാൻ നോക്കുന്നു എന്നതിനപ്പുറം അയാൾ ഒരു കളിക്കാനേ പോയതല്ല. അയാൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് നന്ദനെയും ജാസ്മിനെയും തന്നെയാണ്. അപ്പോൾ അയാൾ അവിടെ പോയത് വേറെന്തോ ലക്ഷ്യത്തിലാണ്. ആ ഉദ്ദേശ ലക്ഷ്യം ഇതാണ്. അത് കൃത്യമായിട്ട് പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. ഇവറ്റകൾക്കൊന്നും അധിക കാലം ഇതൊന്നും കൊണ്ടുവന്ന് വെച്ചേക്കാൻ ഒക്കത്തില്ല. കാരണം ഇവരെ കൊണ്ട് അറിയില്ല. കാരണം വെറും കള്ളന്മാരാ. ഇവരെ കൊണ്ട് ഒക്കൂല. ഇവരുടെ മുഖം പുറം ലോകത്ത് അറിയും. പൊതുജനം അത് മനസ്സിലാക്കും. അവൻ പറഞ്ഞത് തൊടാതെ ഞാൻ എടുത്തു വെച്ച് പറയണമെന്ന് നിങ്ങൾ വിചാരിക്കുക പോലും വേണ്ട. ഞാൻ അവനെ വിശ്വസിക്കുകയില്ല. കാരണം അവൻ കള്ളനാണ്. അവൻ പരമ കള്ളനാണ്. ഒരാളോടും ഒരു രീതിയിലുള്ള പ്രതിബദ്ധതയും ഉള്ള മനുഷ്യനല്ല അവൻ ഒരു ഒരു ക്രിമിനലാണ്. മറ്റുള്ളവരുടെ ചാനൽ പൂട്ടിക്കുക, ഒരാളുടെ ഇഫർട്ട്, ഒരാൾ എത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത സാധനം നിസ്സാരമായി അടിച്ചു കളഞ്ഞിട്ട് ന്യായവാദം പറയുന്ന ഒരു നാറിയാണ്. ഒരു പെണ്ണിനെ ഇത്രയധികം വെർബൽ റേപ്പിംഗ് ചെയ്ത ഒരുത്തനെ വിളിച്ചിരുത്തി, അതും എന്നെയാണെന്ന് തെറ്റിദ്ധരിക്കല്ലേ. ഇതിന് സവാദ് കേസിൽ ഒരു പെണ്ണിനെ ഇത്രയധികം വെർബൽ റേപ്പ് ചെയ്ത ഒരുത്തനെ വിളിച്ചിരുത്തി ഇന്റർവ്യൂ നടത്തിയ ഒരു ലോക ഫ്രോഡാണവൻ. ആരെയൊക്കെ അവൻ വിളിച്ചിരുത്തി ഇന്റർവ്യൂ നടത്തി ഓർത്തു നോക്കൂ. പേപ്പട്ടി പേഡ് ആരാണവൻ? റോബിൻ രാധാകൃഷ്ണൻ അവൻ പറഞ്ഞ തെറിക്ക് കണക്കുണ്ടോ? ഒരു വ്യക്തിയെ മോശപ്പെടുത്തിയ വ്യക്തിയാണ് റോബിൻ രാധാകൃഷ്ണൻ എന്ന വ്യക്തിയെ നശിപ്പിച്ച വ്യക്തിയാണ് പേപ്പട്ടി പേഡ്. അവനെയൊക്കെ വെച്ച് ഇന്റർവ്യൂ നടത്തി അവൻ്റെയൊക്കെ കൂട്ടുകാരനായി ഇവന്റെ നിലവാരം എന്താണെന്ന് ഓർക്കുക. സത്യത്തിൽ ആ പെണ്ണ് ഇവന്റെ കൂട്ടുകെട്ട് വിടുകയാണെങ്കിൽ ആ പെണ്ണ് നന്നാകും. ഇങ്ങനെയുള്ളൊരു ലൂപ്പിൽ പെട്ടാൽ വീണ്ടും മോശമാവുകയല്ല, ഒന്നുമില്ല. ഇവനൊന്നും ഒരു വ്യക്തിത്വമുള്ളവന്മാരല്ല. ഇത്രയും വൃത്തികെട്ട ക്രിമിനലുകളുമായി സഹകരിക്കാതിരിക്കുന്നതാണ് നല്ലത്. അവളെപ്പോൾ ഇവരോട് സഹകരിച്ചോ അവളുടെ ബ്രെയിൻ പോയി. അവൾ മാന്യമായി സംസാരിച്ചിരുന്നെങ്കിൽ പ്രശ്നം സോൾവ് ആയേന. താത്ത ഇതൊന്നും പുറത്തു വിടല്ലേന്ന് എന്നോട് മാന്യമായി പറഞ്ഞെങ്കിൽ ഞാൻ പുറത്തും വിടൂലായിരുന്നു. ഞാൻ ഒരു കാര്യവും പറയാം. ഇപ്പം അസലയുടെ കാര്യം ഞാൻ വെച്ചിരിക്കുന്നത് ഞാൻ പറയുന്നോ? ഇല്ലല്ലോ, പറയൂല. പക്ഷെ അതിന് പകരം എൻ്റെ ചാനൽ കൂട്ടിച്ചെന്നെ തോപ്പിക്കാൻ നോക്കിയത് ഇവന്മാരുടെ ബ്രെയിൻ വാഷ് കൊണ്ടാണ്. അപ്പം ആ പെൺകുട്ടിക്കാണ് പിഴവ് പറ്റിയത്. ഇനിയും സമയമുണ്ട് കേടിക്കും പെണ്ണിനും. ആ ലൂപ്പിൽ നിന്ന് മാറി കൊച്ചിനെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോകാനുള്ള വഴി ആലോചിക്കുക. ഇവറ്റകളൊക്കെ അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ട് അതിനെ ഉപയോഗിക്കുകയാണെന്നുള്ള ബോധമുണ്ടാകാൻ അതെങ്ങനെ ചീട്ടും കളിച്ച് കിടന്നാൽ നടക്കുമോ? ബോധം വേണ്ടായോ? പൊതുസമൂഹത്തിൽ ഇറങ്ങി 10 മാന്യന്മാരോട് സംസാരിക്കാൻ സഹകരിക്കാൻ വേണം. തെറി വിളിക്കുന്നതും തെറി പറയണതും ചീട്ട് കളിക്കുന്നതാണ് യോഗ്യത എന്ന് വിചാരിക്കുന്ന തന്തയ്ക്ക് ഇതിനപ്പുറവും വരണമെന്നത്രേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. തെറ്റിദ്ധാരണ തിരുത്തിയെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ കമൻസ് കണ്ടുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. ദയവിയെ തെറ്റിദ്ധരിക്കും. ഞാൻ അവൻ്റെ വീഡിയോ മുഴുക്ക കേട്ടതാണ്. എനിക്ക് വേണ്ടത് ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് വാസ്തവത്തിൽ യുവന്മാർ മാനിപ്പുലേറ്റ് ചെയ്യാൻ അവന്മാർ മിടുക്കനാണ്. കാരണം മുതുകാടിനുണ്ടായിരുന്നത് പോക്സോ കേസാണ് എന്ന് പറഞ്ഞു വരുത്തിയവന്മാരാണ്. ഞാൻ പോയി നേരിട്ട് അന്വേഷിച്ചതാണ്. 2 കേസുണ്ട്. 2 കേസ് മുതുകാട് കൊടുത്ത കേസാണ്.
അദ്ദേഹത്തിനെതിരെ അല്ല, അദ്ദേഹം കൊടുത്ത കേസാണ്. അദ്ദേഹത്തിന്റെ കുട്ടികൾ തമ്മിൽ നടന്ന ഒരു പ്രശ്നത്തിന് അദ്ദേഹം കൊടുത്ത കേസ്, അദ്ദേഹത്തിനെതിരെ കേസുണ്ടെന്നും അദ്ദേഹം മോശമാണെന്നും ഒക്കെ വരുത്തി തീർത്ത് അദ്ദേഹത്തിനെ നശിപ്പിക്കാൻ വേണ്ടി സുനിതാ ദേവദാസിന്റെ ഒപ്പം ശ്രമം നടത്തിയ വോയിസുകൾ ദ ഫോർത്ത് ജംഗ്ഷൻ എന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ കണ്ണൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അതിനകത്ത് ഉണ്ടായിരുന്ന എൻ്റെ ചാനൽ പോയതുകൊണ്ടാണ്, വേണമെങ്കിൽ റീ അപ്ലോഡ് ചെയ്യാൻ. എൻ്റെ ആ വോയിസുകളൊക്കെ ഭദ്രമാണ്. ഇവൻ പ്രീ പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു വൃത്തികെട്ട ഡ്രാമയായിരുന്നു അത്. ഒരു വ്യക്തിയെ നശിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ അവൻ കളിച്ചിട്ടുണ്ടെങ്കിൽ അവന് പൈസയാണ് നോട്ടം. അത് കൊടുക്കാൻ മുതുകാട് തയ്യാറായില്ല. അയാൾ സൈലൻ്റായി മാറി നിന്ന് പൊരുതി നിയമത്തിൻ്റെ വഴി തേടി. ആ നിയമത്തിൻ്റെ വഴിയിൽ അയാൾക്ക് സക്സസ് ഉണ്ടാവും. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ക്രിമിനലുകൾ പറയുന്നത് കേട്ടുകൊണ്ട് അത് വിശ്വസിച്ച് എൻ്റെ ടൈം ലൈനിൽ വന്ന് എന്നെ വഴക്ക് പറയല്ലേ. ഞാൻ മനഃപൂർവ്വം പറഞ്ഞത് തന്നെയാണ്. എനിക്ക് വ്യക്തമായിട്ടറിയാം ഇത് കോൺഫറൻസ് കാളുമല്ല, ഒരു വാഴയ്ക്കയല്ല. ഇനി അങ്ങനെ ആണെങ്കിൽ പോലും അതിന് പെർമിഷൻ ആ പെണ്ണ് കൊടുക്കുന്നതാണ് ചലഞ്ച്. ഇപ്പോൾ അവൾ ഇവനെ ചലഞ്ച് ചെയ്യേണ്ട കാര്യം എന്താ? സോ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ബോധമുള്ളവരെന്നാണെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു.